അന്യഗ്രഹ ജീവികളെക്കുറിച്ച് വാർത്തകൾ നമ്മൾ നിരവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അന്യഗ്രഹ ജീവികളുടെ കഥയുമായി ആ പറയുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും പുതിയ ഒരു സംഭവം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അന്യഗ്രഹ ജീവികളുമായി പിന്നെ എന്താ പറയുക സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാൽ എന്താണ് ആ കഥ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന ചില കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും ഇഷ്ടവിഭവമായിട്ട് മാറിയിട്ടുണ്ട് ട്രംപും അന്യഗ്രഹ ജീവികളുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കാണണം, ആളുകൾ കാണണം. ഈ ബാൻഡ് സെറ്റിൻ്റെ യൂണിഫോം ഇല്ലേ, അത് കണ്ടിട്ടില്ലേ? അതേപോലെ യൂണിഫോം ഇട്ട അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു 2-3 മനുഷ്യരൂപങ്ങൾ, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഇതാണ് ആ പ്രചരിക്കുന്ന ദൃശ്യം. അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. പല വേദികളിൽ അവർ ഒരുമിച്ച് കാണപ്പെടുന്നതായിട്ട് വാർത്തകൾ ആ ദൃശ്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സാമാന്യ മനുഷ്യരെക്കാൾ ഉയര കൂടുതൽ, നല്ല വെളുത്ത നിറം, നല്ല സ്വർണ്ണ തലമുടി, ഇതാണ് അവരുടെ രൂപം. നമ്മുടെ ഈ ഈ ബാർബി ഡോൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാർ. അപ്പോൾ ഇതാണ് ആ ചിത്രം. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ജന്തുശാസ്ത്രം, ജൈവശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ബയോളജി, സുവോളജി എന്നൊക്കെ പറയുന്നത് പോലെ യുഎഫോളജി എന്നും പറഞ്ഞൊരു ശാസ്ത്രം കൂടിയുണ്ട്. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്നവരുടെ ശാസ്ത്രമാണ് യുഎഫോളജി. അപ്പോൾ അങ്ങനെ കുറേ യുഎഫോളജിസ്റ്റുകളുടെ വിശ്വാസപ്രകാരം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നോർഡിക്സ് എന്ന ഒരു വിഭാഗമുണ്ട്. നോർഡിക്സ് ഒരു അന്യഗ്രഹ ജീവികളുടെ ഒരു വിഭാഗമാണ്. നമ്മുടെ മനുഷ്യർ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 തരം അന്യഗ്രഹ ജീവികളെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന് ഗ്രേ അതായത് ഇരുണ്ട നിറമുള്ള അന്യഗ്രഹ ജീവികൾ. പിന്നൊന്ന് റെപ്റ്റാലിയൻസ് എന്ന് വെച്ചാൽ ഈ ഉരകവർഗത്തിനോട് സമാനമായ ശാരീരിക പ്രകൃതിയൊക്കെ ഉള്ളവർ. മറ്റൊന്നാണ് നോർഡിക്സ്. അപ്പോൾ ആദ്യം പറഞ്ഞ 2 കഥാപാത്രങ്ങൾ, അതായത് ഈ ഇരുണ്ട നിറമുള്ളവരും ഉരകവർഗത്തിനോട് സാമ്യമുള്ളവരും എന്ന് കരുതപ്പെടുന്നവർ മനുഷ്യൻ്റെ ഉപദ്രവകാരികൾ, മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ നോർഡിക്സ് എന്ന് പറയുന്നവർ അങ്ങനെയല്ല. മനുഷ്യനെ വളരെ സൗഹൃദപരമായിട്ട് സമീപിക്കുന്നവർ, അല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെന്നും അതിനുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ച് മനുഷ്യനെ ബോധവൽക്കരണം നടത്തണം. ഉദാഹരണമായിട്ട് പറഞ്ഞ യുദ്ധം, ആണവായുധം, ഇതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കാൻ വരുന്നവരായിട്ടാണ് ഈ നോർഡിക്സിനെ പറയുന്നത്. ഇപ്പോൾ ഈ നോർഡിക്സ് എന്ന പേര് തന്നെ വരാൻ കാരണം ഈ സ്കാൻഡിനേവിയൻ മനുഷ്യരുമായിട്ടുള്ള സാദൃശ്യമുള്ള, സ്കാൻഡിനേവിയൻ എന്ന് പറഞ്ഞാൽ സ്വീഡൻ, നോർവേ, അവിടെയുള്ള മനുഷ്യരുമായിട്ടുള്ള രൂപസാദൃശ്യം കൊണ്ടാണ് ഇവരെ നോർഡിക്സ് എന്ന പേര് പോലും വന്നത്. അതായത് അവിടുത്തെ ഉള്ള മനുഷ്യർക്ക് സാധാരണ ഒരു 6-7 അടി പൊക്കം കാണും, നല്ല വെളുത്ത നിറമായിരിക്കും, മുടി നല്ല സ്വർണ്ണ നിറത്തിലുള്ള മുടിയായിരിക്കും, കണ്ണുകൾ പരമാവധി മിക്കവരുടെ നീല നിറത്തിലുള്ള കണ്ണുകളായിരിക്കും. ഇതാണ് ഇവരുടെയൊക്കെ ഒരു പൊതു ശരീരഘടന. അപ്പോൾ അവരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രൂപസാദൃശ്യമുള്ളവരായിട്ടാണ് ഈ നോർഡിക്സിനെ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ യുഎഫോളജിസ്റ്റുകളുടെ നിഗമന പ്രകാരം, അല്ലെങ്കിൽ അവർ പറയുന്നത് പ്രകാരം, ഇവർ പ്ലിയാഡ്സ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ പ്ലിയാഡ്സ് എന്ന് വരുന്നവർ കൊണ്ട് തന്നെ ഇവരെ പ്ലിയാഡീസ് എന്നും ഇവരെ വിളിക്കാറുണ്ട്. ഇപ്പോൾ പ്ലിയാഡ്സ് എന്നുള്ളതിൻ്റെ നമ്മുടെ മലയാളം പേര് കാർത്തിക നക്ഷത്രം. നമ്മുടെ ഭൂമിയിൽ നിന്ന് 444 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ഈ പ്ലിയാഡ്സ് എന്ന് പറയുന്നത്. അതിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു 7 എണ്ണം നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ 7 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അവനെ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എന്താ പറയുക, അന്യഗ്രഹ ജീവികളായിട്ടാണ് ഇവരെ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ നേരിട്ട് നമ്മുടെ ഭൂമിയിൽ വന്നതിനോ അല്ലെങ്കിൽ ട്രംപിനെ പോലെയുള്ള ആൾക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിനോ നമുക്ക് വിശ്വസനീയമായ തെളിവുകൾ ഇല്ല. കഥകൾ ഒരുപാടുണ്ട് ഇവരുമായിട്ട് വന്നതായിട്ടും ഇവരുമായിട്ട് ആശയവിനിമയം നടത്തിയതായിട്ടും. അതായത് ഒരു എന്താ പറയുക, ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു കഥ പറയുന്നത് പ്രകാരം ഭൂമിയിൽ ഈ മനുഷ്യരെ നിയോഗിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അവർ മനുഷ്യരുടെ ചെയ്തികളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അവർ മറ്റൊരു
പ്രതലത്തിൽ നിന്നുകൊണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത മറ്റൊരു ലോകക്രമത്തിൽ നിന്നുകൊണ്ട് നമ്മളെ നിരീക്ഷിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നോക്കുകയും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നേർവഴിക്ക് നടത്തുവാനും വരുന്നവർ എന്നാണ് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവർ നേരിട്ട് മനുഷ്യരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തൃപ്തികരമായ തെളിവില്ല. എന്നാൽ നമ്മുടെ ചില കഥകളുണ്ട്. അതായത് പറയുന്നത് ജോർജ് അഡൻസ്കി എന്ന് പറയുന്നൊരു കക്ഷി ഏതാണ്ട് 1950കളിലോ മറ്റോ, ഇദ്ദേഹമാണ് ഈ പറയുന്ന നോർഡിക്സുമായിട്ട്, ഈ പറയുന്ന രൂപസാദൃശ്യമുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംവദിച്ചു എന്ന ഒരു പ്രചാരണ മാധ്യമം അല്ലെങ്കിൽ അവകാശവാദം ആദ്യമായിട്ട് ഉന്നയിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നത് കൊളറാഡോ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു മരുഭൂമിയിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഈ നോർഡിക്സിൽപ്പെട്ട ഓർത്തോൺ എന്ന് സ്വയം പേര് വിശേഷിപ്പിച്ച ഒരു അന്യഗ്രഹ ജീവിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ ഓർത്തോൺ പറഞ്ഞത് ഞാൻ ശുക്രഗ്രഹത്തിൽ നിന്ന് വന്നതാണ്, ഈ നമ്മുടെ ഭൂമിയിൽ ആണവ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നു, ഈ പറയുന്ന ആണവ പരീക്ഷണങ്ങളും നിരന്തരമായ യുദ്ധങ്ങളും മനുഷ്യരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്, അക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ എന്ന് ഇയാളോട് പറഞ്ഞതായിട്ട് ഇദ്ദേഹം അവകാശപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ തുടർന്ന് ഇദ്ദേഹം 2-3 പുസ്തകങ്ങളൊക്കെ എഴുതി. അത് വലിയ രീതിയിൽ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു, വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹം ഈ പറഞ്ഞ അവകാശവാദം വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അയാൾ ഈ അന്യഗ്രഹ ജീവി വന്നിറങ്ങിയ പേടകത്തിന്റെ അയാളുടെ ഭാവനയിലുള്ള ചില ചിത്രങ്ങളൊക്കെ തയ്യാറാക്കി പുറത്തുവിട്ടു. അപ്പൊ പിന്നീട് ഇതിനെക്കുറിച്ച് ചില ആൾക്കാർ പഠനം നടത്തിയിട്ട് ഇയാളുടെ ഈ പറയുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇയാളുടെ തന്നെ ലാബിലുള്ള ചില വിളക്കുകളുടെയൊക്കെ കോപ്പി പേസ്റ്റ് ആണ്. അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് ഇയാളിത് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിഗമനങ്ങളിലും അവരെത്തി. അപ്പോൾ ഇതിന് വാസ്തവമായിട്ട് യാതൊരു തെളിവും വസ്തുനിഷ്ഠമായ തെളിവുകൾ വന്നിട്ടില്ല. ഇനി എന്തുകൊണ്ട് ട്രംപും ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം, കാര്യം മുമ്പും അമേരിക്കൻ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പൊതുവെ നമ്മുടെ മനുഷ്യർക്കിടയിൽ അല്ലെങ്കിൽ ഈ ഇതുമായി ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഉള്ള ഒരു ധാരണ എന്തെന്നാൽ, ഈ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രവും സൈനിക ശേഷിയുള്ള രാഷ്ട്രമാണല്ലോ. അപ്പൊ ഇവരുടെ ചെയ്തികൾ, അതായത് ഏറ്റവും ലോകത്ത് ആദ്യമായിട്ട് ആണവ ആറ്റം ബോംബ് സ്ഫോടനം നടത്തിയ രാജ്യമാണ്. അപ്പോൾ ഇവരുടെ ചെയ്തികൾ നേരത്തെ പറഞ്ഞ വിഭാഗമുണ്ടല്ലോ, മനുഷ്യർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു നിരീക്ഷിക്കുന്നു, അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഈ അന്യഗ്രഹ പേടകങ്ങൾ, പറക്കും തളികകൾ കണ്ടതും കാണപ്പെട്ടതുമായിട്ടുള്ള കഥകൾ ഏറെയും വന്നിരിക്കുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ്, അമേരിക്കയിലെ പല മേഖലകളിൽ കണ്ടതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അവിടുത്തെ ഏരിയ 51 എന്ന് പറയുന്ന നിഗൂഢമായ സ്ഥലത്തെക്കുറിച്ചും നിരവധി കഥകളുണ്ട്. ഇത് കൂടാതെ ഈ ട്രംപിന് മുമ്പ്, ബൈഡനും മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബരാക് ഒബാമ. അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ച്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അതെനിക്ക് വെളിപ്പെടുത്താനായിട്ട് പരിമിതികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം വന്ന ബൈഡൻ അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ പലരും സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി. കാര്യം ബൈഡൻ എന്ന് പറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റിലേ പോയപ്പോഴുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ വന്ന ചില പ്രചാരണം വന്നത് ഇത് ഒറിജിനൽ ബൈഡൻ അല്ല, ബൈഡന്റെ രൂപത്തിലുള്ള ഏതോ അന്യഗ്രഹ ജീവിയാണ് എന്ന പ്രചാരണം വന്നു. ഇതിനുശേഷം ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ അന്യഗ്രഹ ജീവി അത്തരം ചിന്തകളെ കുറിച്ച് വലിയ താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. ഇതുകൂടാതെ ഇസ്രയേലിന്റെ ബഹിരാകാശ സുരക്ഷാ മേധാവി, അദ്ദേഹത്തിന്റെ പേര് ഹേം ആഷത്ത് എന്നാണ്. അദ്ദേഹം ഒരു പ്രസ്താവന അങ്ങ് നടത്തി. ഈ ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെ ഒരു കൂട്ടായ്മ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ട്രംപുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇക്കാര്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ പരിമിതികളുണ്ട്. ട്രംപിന് ഈ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതെ, പല കാര്യങ്ങളും. പക്ഷേ ഈ അന്യഗ്രഹ ജീവികൾ അദ്ദേഹത്തെ തടഞ്ഞു. അത് ഉൾക്കൊള്ളാനായിട്ടോ അല്ലെങ്കിൽ വലിയ വിഹുലതകൾ ആളുകൾക്ക് ഉണ്ടാകുമോ എന്നുള്ള പേടിയിൽ അവർ തടഞ്ഞതുകൊണ്ടാണ് ട്രംപ് അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു സാധനം ഇയാൾ തള്ളിവിട്ടിരുന്നു. അപ്പോൾ അതൊരു കാരണം. കൂടാതെ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ ഫയലുകളെല്ലാം പുറത്തുവിട്ടത്. അവിടുത്തെ പ്രതിരോധ വകുപ്പും
അവിടുത്തെ നാസയും അടക്കമുള്ളവർ സമാഹരിച്ച് വെച്ചിരിക്കുന്ന തെളിവുകൾ. ആ തെളിവുകളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. കാര്യം നമുക്ക് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവുകളാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. ചില വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ ഭാവനയിൽ വരച്ചു കൂട്ടിയിരിക്കുന്ന പറക്കൻ തെളിവുകളോട് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് അതിൽ വന്നത്. അപ്പൊ അതും ഈ ട്രംപ് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിൽ ഒരു AI ക്രിയേറ്റഡ്. അപ്പൊ ഇങ്ങനൊരു വാർത്ത വന്നു. അപ്പൊ ഈ വാർത്ത വന്നത് ഇപ്പോ അതിന്റെ ഫാക്ട് ചെക്കേഴ്സ് ഇപ്പോൾ തള്ളുന്നുണ്ട്. ഈ നോർഡിക്സുമായിട്ട് ട്രംപ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാൻഡ് സെറ്റ് കലാകാരന്മാരുടെ പോലത്തെ വേഷവിധാരണം ധരിച്ച ആ ചിത്രവും ആ ദൃശ്യങ്ങളുമെല്ലാം AI ജനറേറ്റഡ് ആണെന്നുള്ളത് ഫാക്ട് ചെക്കർമാർ അത് തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും ട്രംപ് അദ്ദേഹത്തിന്റെ സാധാരണഗതിയിൽ ട്രംപ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വഴിയോ ട്രൂത്ത് സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഒരു മടിയും കാണിക്കാത്ത. ഏതായാലും ട്രംപ് ഇത്തരത്തിൽ അങ്ങോട്ട് അവകാശവാദമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ വൈറ്റ് ഹൗസിന്റെയോ മറ്റേതെങ്കിലും ഒരു ഏജൻസിയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രം വന്നിട്ടില്ല. ഏതോ കൃത്യമായ കരവിരുതുള്ള ഒരു AI വിദഗ്ധൻ തയ്യാറാക്കിയ ഒരു ചിത്രമാണ് പുറത്തു വന്നേക്കുന്നത് എന്നുള്ളത് ഫാക്ട് ചെക്ക് വഴി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റായ വാർത്തയാണ്. ട്രംപ് ഒരു കാരണവശാലും ഈ അന്യഗ്രഹ ജീവികളായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. പക്ഷേ എന്നതിൻ്റെ അർത്ഥം ഈ നോർഡിക്സും അന്യഗ്രഹ ജീവികളും ഇല്ല എന്ന് നമുക്കിപ്പോഴും സംശയരഹിതമായിട്ട് പറയാനും പറ്റത്തുമില്ല.